പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടല്ലോ നമുക്ക് നമ്മുടെ ഈ ചെറിയ കൃഷിത്തോട്ടത്തിൽ, അതായത് ഈ ടെറസിൻ്റെ മേളിൽ എന്തൊക്കെയാണ് പച്ചക്കറികൾ, ഒത്തിരിയൊന്നുമില്ല എങ്കിലും നമുക്ക് ഒരു ദിവസം ഒരു കറി വയ്ക്കാനുള്ളത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അതെന്തൊക്കെയാണെന്ന് ഓടിച്ചു നിങ്ങളെ കാണിക്കാം. തേക്കണ്ടോ, നമ്മുടെ മത്തൻ കണ്ടോ, തേക്കണ്ടോ മത്തനുണ്ടായിരിക്കുന്നത് കണ്ടോ. ഇത് ഈ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ചുവട്ടിലൊരു തൈ വെച്ചതാണ്, അല്ലാതെ നമ്മൾ ഇതിനായിട്ടൊരു സ്ഥലം കണ്ടെത്തിയൊന്നുമല്ല. കണ്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ. പിന്നത്തെ നമ്മുടെ അമ്പഴം കണ്ടോ, ഇത് നമുക്ക് അച്ചാറിടാനുള്ള അമ്പഴം കണ്ടോ നമുക്ക് കിട്ടും. കണ്ടോ നന്നായിട്ട് പൂത്ത് നിൽക്കുക കണ്ടോ. ഇതാണ് അമ്പഴം, സ്വീറ്റ് അമ്പഴമാണ്, അതുകൊണ്ട് അച്ചാറിടാൻ നല്ലതാണ്. പിന്നെ അതെ നമുക്ക് വെണ്ട കണ്ടോ, ഇങ്ങനെ 2-3 ചുവട് വെണ്ടയുണ്ടെങ്കിൽ നമുക്ക് അത് മതി. 2 വെണ്ടയ്ക്കയിൽ നിന്ന് കിട്ടി, അതുകൊണ്ടൊന്ന് വെച്ചു. അങ്ങനെ 2-3 ദിവസം കൊണ്ട് നമുക്കൊരു കറി വയ്ക്കാനുള്ളതാകും. ഇത് നമ്മുടെ പിന്നെ വരിപ്പൻ പയറില്ലേ, 4 വരിയുള്ള പയർ, അതാണ്. അത് അപ്പുറത്തും ഉണ്ട്, അത് കാണിക്കാം. പിന്നെ നമ്മുടെ പീച്ചിൽ കണ്ടോ, പീച്ചിൽ കണ്ടോ. ഈ പീച്ചിലിൻ്റെ ചുവട് ഇതേ ഇവിടെയാണ്. ഇത് കണ്ടോ, ഈ വെണ്ട. പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, ഇത് പടവളങ്ങ, ചെറിയ സൈസ് പടവളങ്ങ. അതുകൊണ്ട് എന്ത് വേണ്ടി നമുക്ക് ഒരു കറിക്ക് ഒരെണ്ണം പറിക്കുക, അങ്ങനെ കറി വെക്കുക. അത് ചെറിയ സൈസാണ്. പീച്ചിൽ, പടവളം. പിന്നെ നമുക്ക് ഇങ്ങനെ കണ്ടോ, ഈ ഇത് കണക്ക് ഒരു ചെടിയിൽ, ഒരു ചെടിച്ചട്ടിയുടെ കൂടെ അതിനകത്ത് തന്നെ ഇങ്ങനെ നമുക്ക് ചീര ഉണ്ടായി കിട്ടും കണ്ടോ. 1-2 ചീര ഇങ്ങനെ കിട്ടും. പിന്നെ പച്ചക്കറിയുടെ കൂട്ടത്തിൽ പറയേണ്ട ഏറ്റവും വലിയ കാര്യം നമ്മുടെ കരിവേപ്പ് കണ്ടോ, ഇതാണ് നമുക്ക് ഏറ്റവും പറയേണ്ട കാര്യം. പിന്നത്തെ ഇതും പീച്ചിലാണ്. ഇതും പീച്ചിൽ കയറി വരുന്നേ ഉള്ളൂ. ഇതുണ്ടല്ലോ, ഞാൻ വെള്ളരിയാണെന്നാണ് വിചാരിച്ചത്, വെള്ളരി എല്ലാം തോന്നും. ഇതിൻ്റെ വരുന്നേ ഉള്ളൂ. ഇതെനിക്ക് എന്തുവാന്ന് ഇപ്പം മനസ്സിലാകുന്നില്ല. പിന്നെ നമുക്ക് ഓണത്തിനേക്ക് ഇവിടെയും പീച്ചിലുണ്ട്. പിന്നെ പറയണ്ടേ നാരകം കണ്ടോ, നമുക്ക് നാരകം പറയാതിരിക്കാൻ പറ്റത്തില്ല കണ്ടോ. ഒരു ഇതിൽ എത്ര നാരങ്ങ ഉണ്ടെന്ന് നോക്കി, 2, 4, 5 അങ്ങനെ എല്ലാ ഇതിലും കണ്ടോ. ഇതിനകത്തൊക്കെ കണ്ടോ നാരങ്ങ കണ്ടോ, ഇഷ്ടംപോലെ നാരങ്ങ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് കണ്ടോ. ഒരെണ്ണം വെച്ചല്ല കണ്ടോ, 1, 3, 4 അങ്ങനെ ഇഷ്ടംപോലെ നാരകം. പിന്നെ കാന്താരി കണ്ടോ, കാന്താരി കണ്ടോ, ചെറിയ കാന്താരി. പിന്നെ ഇത് നമ്മുടെ വളോരപ്പം പയറില്ലേ, അതിൻ്റെ പയർ തേണ്ട അവിടെയുണ്ട്. ഇത് ഇന്നലെ പറിച്ച് കഴിഞ്ഞതാണ്. പിന്നെ പച്ചമുളക് കണ്ടോ. പച്ചക്കറി പറയുമ്പോൾ നമ്മൾ പച്ചമുളകിനെ ഒന്നും ഒട്ടും ഒഴിവാക്കാൻ പാടില്ല. പച്ചമുളക്. ഇതെന്താന്നോ, ഇത് ബജ്ജി മുളകാണ്. ഇതിപ്പോൾ ഉണ്ടായതാണ്, ആദ്യമായിട്ടുണ്ടായതാണ്. അതിലൊരു പുഴു ഇരിക്കുന്ന കണ്ടോ. ഇതിനെ എന്തുവാ ചെയ്യണ്ടേ കണ്ടോ. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു കാര്യമാണ് ഈ പുഴുവിനെ ചവിട്ടിക്കൊല്ലം. ഏറ്റവും പേടിയാണ് എനിക്ക് പുഴുവിനെ. പിന്നെ കോവൽ കണ്ടോ, നമ്മുടെ കോവയ്ക്ക കിടക്കുന്നുണ്ടോ. ഇത് ഇന്നലെ പറിച്ചായിരുന്നു, അതുകൊണ്ട് അധികം ഇല്ല. പിന്നെ ഇവിടെയും വെണ്ട നിപ്പുണ്ട്. ചീര കണ്ടോ, ചീര. ഇതും ഒരു പീച്ചിലിൻ്റെ വള്ളിയാണ്. ഇത് പച്ചമുളക്. നമ്മുടെ പുതിന കണ്ടോ, പുതിന ആവശ്യത്തിന് പുതിനയുണ്ട്. പിന്നെ ഇത് അഴുതാപ്പ് അല്ല, ഇത് എന്താന്നോ, നമ്മുടെ ഉരുളൻകിഴങ്ങിന് പകരം ഉപയോഗിക്കുകയല്ലേ, അതാണ്. അത് കിളുത്ത് വരുന്നേ ഉള്ളൂ, തനിയെ കിളുത്ത. പിന്നെ നമ്മുടെ ഓണത്തിനേക്ക് വേണ്ട ഇഞ്ചി കണ്ടോ. ചേന, ഓണത്തിന് വേണ്ട ചേന കിളുത്ത് വരുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ കുക്കുംബർ കണ്ടോ. അതായത് ഇത് ഞാൻ ആ പയറ് പറഞ്ഞില്ലേ, ഇതായിരുന്നു കണ്ടോ. അതിൻ്റെ അരി കണ്ടോ, ഇനി ഇതിട്ട് കിളിപ്പിക്കണം, ഇവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മുടെ പാവയ്ക്ക കണ്ടോ, പാവയ്ക്കയുണ്ട്. പിന്നെ ഈ നാരകം പൂത്ത്, പക്ഷെ അതിലിപ്പം നാരങ്ങയില്ല. പിന്നെ ഇത് ചുണ്ടങ്ങ കണ്ടോ, ചുണ്ടങ്ങ. പിന്നെ ഇത് നമ്മുടെ വയലറ്റ് കളറിലെ വെണ്ട.
ഇത് നമ്മുടെ പയർ കണ്ടോ, ഇത് പയറിപ്പോൾ അത്ര എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്, ഇനി അത് മാറ്റണം. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ വാളോര് പയറെന്ന് പറയുന്നത് കണ്ടോ, ചെറുതായിട്ട് നിൽക്കുന്നേ ഉള്ളൂ, കുറേ ഉണ്ട്, മേളിലൊക്കെ ഉണ്ട്. പിന്നെ കണ്ടോ പയർ. പിന്നെ നമുക്കിവിടെ ഒരു മത്തങ്ങ ഉണ്ടായത് കണ്ടോ, കണ്ടോ ഒരു മത്തങ്ങ കണ്ടോ. ഇങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ ഇങ്ങനെ കിട്ടും ഇതിനിടയല്ല. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ ഗ്ലോബിയാണ്. ഇത് പൂത്ത്, പക്ഷെ ഇത്തവണ കായില്ല, കുറച്ച് ഉണങ്ങിപ്പോയായിരുന്നു വെയിലൊക്കെ കൊണ്ടപ്പം. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ സ്റ്റാർ പുളിയില്ലേ, ദേ കണ്ടോ സ്റ്റാർ പുളി. ഇത് നിറച്ചുണ്ടായിട്ടുണ്ട്, ദേ കണ്ടോ നിറച്ചുണ്ടായിട്ടുണ്ട്, ദേ കാണും കണ്ടോ, ദേ കണ്ടോ പുളി കണ്ടോ. പിന്നെ ഇത് നമ്മുടെ വേറൊരു കരിയാപ്പാണ്. പിന്നെ ഇത് കൈതച്ചക്കെ, അതിനകത്താണ് നമ്മുടെ മൾബറി നിൽക്കുന്നത് കണ്ടോ. ഇത് മൾബറി, ഈ കൈതച്ചക്കയുടെ കൂടെയാണ് മൾബറി നിൽക്കുന്നത്. അപ്പം പച്ചക്കറികളുടെയൊക്കെ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷേ എങ്കിലും നമുക്ക് ഒരു ദിവസം ചീരയാണെ, ഒരു ദിവസം കോവൽ, ഒരു ദിവസം പാവയ്ക്ക, അല്ലെ ഒരു ദിവസം വെണ്ടയ്ക്ക, അങ്ങനെ നമുക്ക് മാറി മാറി ഓരോന്നും ചെയ്യാൻ കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പം ഇച്ചിരി കുറഞ്ഞു നിൽക്കുന്ന സമയമാണ്. പിന്നെ ഇനി അടുത്തത് നമുക്ക് ഫ്രൂട്ട്സ് നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് കാണിക്കാം കേട്ടോ. ഇതിനെ കൂടി അടുത്ത വീഡിയോ അതിനു വേണ്ടി കാണിക്കാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ കാണുകയും കമൻറ്റ് പറയുകയും ഒക്കെ ചെയ്യണം കേട്ടോ.